നമസ്കാരം. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അൽഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ബഹ്റൈൻ റോഡ് ഷോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം പതിപോലെ ഞാൻ പാർവതി വിജയ്. അൽഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ബഹ്റൈൻ റോഡ് ഷോയിൽ ഇന്നാദ്യമായി വാർത്തകളും വിശേഷങ്ങളുമായി ബഹ്റൈൻ ദിസ് വീക്ക്. പ്രവാസികളുടെ ശ്രദ്ധ എത്താത്ത മേഖലകളിലടക്കം പ്രതിബദ്ധതയോടെ സാമൂഹിക പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളവരുടെ കൂട്ടായ്മയാണ് അസറ്റ് എന്ന പുതിയ സംഘടന വഴി ഉദ്ദേശിക്കുന്നതെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ജനറൽ സെക്രട്ടറി അബ്ദുൾ മജീദ് കുനിയിൽ, സെക്രട്ടറി സലീം നടുത്തൊടി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഡോക്ടർ ജോർജ് ജോസഫ് ബഹ്റിനിലെ ഇന്ത്യൻ സ്ഥാനപതിയായി ഔദ്യോഗികമായി ചുമതലയേറ്റു. രാഷ്ട്രപതി പ്രതിഭ പാട്ടീലിൽ നിന്നുള്ള അധികാരപത്രം അദ്ദേഹം രാജാവ് ഹമദ് ബിൻ ഇസ അൽ ഖലീഫയ്ക്ക് കൈമാറിയതോടെ സ്ഥാനാരോഹണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക നടപടിക്രമം പൂർത്തിയായി. ബഹ്റിനിലെ മൊബൈൽ വ്യാപാര രംഗത്ത് പ്രശസ്തരായ അബീർ മൊബൈൽസ് 10ാം വാർഷികം ആഘോഷിച്ചു. 10ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ ശാഖ അബുദാബിയിൽ പ്രവർത്തനം ആരംഭിച്ചു. പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനം ഗൾഫ് ഡെയിലി ന്യൂസിന്റെ അസോസിയേറ്റ് എഡിറ്റർ സോമൻ ബേബി നിർവഹിച്ചു. കേരള ഇസ്ലാമിക് ഗ്രൂപ്പ് മനാമ ഏരിയയുടെ ആഭിമുഖ്യത്തിൽ ഇശാ നമസ്കാരാനന്തരം മനാമ ഫാറൂഖ് മസ്ജിദിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. ഇസ്ലാമിക സമൂഹത്തോട് എന്ന വിഷയത്തിൽ റഫീഖ് റഹ്മാൻ മൂഴിക്കൽ സംസാരിച്ചു. രാഷ്ട്രീയ സാമ്പത്തിക മേഖലകളിലടക്കം ധാർമ്മികവും നൈതികവുമായ പരിവർത്തനം അനിവാര്യമായിരിക്കുകയാണെന്ന് മാധ്യമ എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ചടങ്ങിൽ കൂട്ടിച്ചേർത്തു. പൂട്ടിപ്പോയ ഗോൾഡ് ലിങ്ക് എന്ന സ്ഥാപനത്തിനെതിരെ മിനിസ്ട്രി ഓഫ് കോമേഴ്സിൽ പരാതി നൽകിയതായി ഇതിന് നേതൃത്വം നൽകുന്ന KR നായർ ജീവൻ ടിവിയോട് പറഞ്ഞു. മിനിസ്ട്രി ഓഫ് കോമേഴ്സുകാർ ഇന്നും നമ്മൾ പോയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അവർ ആ കേസ് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നിക്ഷേപകർക്ക് പൈസ കിട്ടും എന്നാണ് അവർ ഉറപ്പ് പറയുന്നത്. ഇന്ത്യൻ എംബസിയുടെ ടൈമിംഗ് എന്ന് പറയുന്നത് 8:30 to 12, 3 to 4 ഈ സമയങ്ങളിലല്ലാതെ ദൂരപ്രദേശങ്ങളിൽ നിന്ന് ഇപ്പോൾ ഇത് അസ്കർ, പിന്നെ ദൂരത്തിൽ ബഹ്റിന് ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് അസ്രി ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്തു നിന്ന് വരുന്ന ആൾക്കാർക്ക് അവരുടെ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനത് നേരിട്ട് കളക്ട് ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അത് ഒരു സെൻറ്റർ നമ്മൾ ഗുദേബിയയിൽ ഹഫ്സയിൽ അത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അവിടെ വരുന്നത് ഞാൻ ദിവസം കളക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സൽമാനിയയുടെ ഫേമസ് സ്റ്റേഷനറി എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബെറ്റൽകോ ടവറിൻ്റെ തൊട്ടടുത്തൊരു സ്റ്റേഷനറി ഷോപ്പുണ്ട്, ഫോട്ടോ കോപ്പി എടുക്കുന്നത്, അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അസ്കറിൽ ഈ ഹവാർ ആ ഭാഗത്തൊക്കെ ഉള്ള ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് അവിടെ ഒരു കോൾഡ് സ്റ്റോർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പഴയ കരീമിയുടെ BMCയുടെ ക്യാമ്പിലുണ്ടായിരുന്ന ആ കോൾഡ് സ്റ്റോർ ഹവലോക്ക് എന്ന് പറയുന്ന കമ്പനിയിൽ നിന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ആ കോൾഡ് സ്റ്റോറിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇപ്പോൾ അവിടെയുള്ള ആപ്ലിക്കേഷൻസ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആൾക്കാരുടെ അസൗകര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയൊക്കെ മാർഗ്ഗങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഇൻഫർമേഷൻ ഒരുമിച്ച് യോജിപ്പിച്ച് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ലിസ്റ്റാക്കിയിട്ട് ഇന്ത്യൻ എംബസിയിൽ അപ്പോഴെപ്പോഴും എത്തിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് എംബസിയിലാണ്, ബംഗ്ലാദേശുകാരുടെ ആണെങ്കിൽ ബംഗ്ലാദേശ് എംബസിയിൽ എത്തിക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതിനെപ്പറ്റി ചെയ്യുന്നത്. പിന്നെ നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. 2 ആഴ്ച മുൻപ് അടച്ചിട്ട ഈ സ്ഥാപനം ഉടൻ തുറന്നു പ്രവർത്തിക്കും എന്ന് SMS വഴി മാനേജ്മെന്റ് ഉപഭോക്താക്കളെ അറിയിച്ചിരുന്നുവെങ്കിലും അക്കാര്യത്തിൽ കൂടുതൽ പുരോഗമനമൊന്നും ഉണ്ടായതായി അറിവില്ല. Excellent care at affordable cost. A premium center for delivery and surgery. Al Hilal Hospital, Muharraq, Kingdom of Bahrain. Mega Mart, where everybody shops. Mega Mart. Baby Mart, we offer an exclusive world for your babies. Mega Mart and Baby Mart, Kingdom of Bahrain. Baby Mart. Baby Mart. Baby Mart. Always with us. അമ്മയുടെ സ്നേഹത്തിനും ദൈവത്തിൻ്റെ കാരുണ്യത്തിനും പകരം വയ്ക്കുവാൻ ഞങ്ങൾക്കാവില്ല. എങ്കിലും ആധുനിക വൈദ്യശാസ്ത്ര രംഗത്ത് സേവനത്തിൻ്റെ കാഴ്ചപ്പാടുമായി സ്വാന്തനത്തിൻ്റെ ഒരു സ്നേഹസ്പർശം പോലെ ഷിഫ അൽ ജസീറ മെഡിക്കൽ സെന്റർ. അടുത്തത് ഇന്നത്തെ ബഹ്റൈൻ റോഡ് ഷോയിൽ അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡ്.
നമസ്കാരം. ജീവൻ ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും അൽ ഹിലാൽ ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്ന ഫസ്റ്റ് എയ്ഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഫസ്റ്റ് എയ്ഡിൽ നമ്മോടൊപ്പം ഉള്ളത് അൽ ഹിലാൽ ഹോസ്പിറ്റലിലെ തന്നെ യൂറോളജിസ്റ്റായ ഡോക്ടർ മോനിഷ് ചെറിയാനാണ്. നിത്യജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് യൂറോളജിക്കൽ പ്രോബ്ലംസ്. ഇതേക്കുറിച്ച് പറയാനാണ് ഡോക്ടർ ഇന്നെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഗൾഫ് മേഖലകളിൽ പൊതുവായി കണ്ടുവരുന്ന യൂറോളജിക്കൽ പ്രോബ്ലംസിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? യൂറോളജിക്കലായിട്ട് കണ്ടുവരുന്നത് മെയിൻലി കിഡ്നി സ്റ്റോൺസ്, യൂറിട്രിക് സ്റ്റോൺസ്, ബ്ലാഡർ സ്റ്റോൺസ് ആണ്. കിഡ്നി സ്റ്റോൺസ് ആണ് യൂഷ്വലി കോമൺ ആയിട്ട് മനുഷ്യർ പറയുന്നത്. പക്ഷേ ആക്ച്വലി സ്പീക്കിംഗ് കിഡ്നി സ്റ്റോൺസ് പെർസെ അത് അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. ഈ സ്റ്റോൺസ് കിഡ്നിയിൽ നിന്ന് യൂറിറ്ററിലേക്ക് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബിനകത്തേക്ക് കടക്കുമ്പോഴാണ് കൂടുതൽ വേദനകളും മൂത്രത്തിൽ ചോരയും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. യൂറിറ്ററിനകത്തുനിന്ന് കിഡ്നി സ്റ്റോൺസുകൾ മൈഗ്രേറ്റ് ചെയ്ത് ബ്ലാഡറിലേക്ക് എത്താറുണ്ട്. ബ്ലാഡറിൽ നിന്ന് മൂത്രനാളിൽ കൂടെ വെളിയിലേക്ക് പോകാറുണ്ട്. ഇത് അസോസിയേറ്റഡ് ആയിട്ട് യൂറിനിൽ ബ്ലഡ് കാണാറുണ്ട്. യൂറിനിൽ ഇൻഫെക്ഷൻ വരാൻ ഉള്ള സാധ്യത കൂടുതലാണ്. ഇത് മെയിൻലി ഗൾഫ് മേഖലയിൽ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഹൈ ടെമ്പറേച്ചേഴ്സ് കാരണമാണ്. നമ്മൾ കണ്ടമാനം വേർപ്പ് വഴി, ഉമിനീര് വഴിയും കണ്ണുനീര് വഴിയും വെള്ളം ലൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നു. അഡിക്വേറ്റ് ഇൻടേക്ക് ഉണ്ടാകുന്നില്ല. അത് കാരണം നമ്മുടെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ട് യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയതിന് ശേഷം കോൺസെൻട്രേഷൻ കൂടുന്നതുകൊണ്ട് ഡെപ്പോസിറ്റ്സ് വന്നിട്ട് കല്ലുകൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ കോമൺ ആയിട്ടുള്ള കാരണങ്ങൾ. ഡോക്ടർ, ഈ യൂറോളജിക്കൽ സ്റ്റോൺസിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? യൂഷ്വലി ടിപ്പിക്കൽ സിംറ്റം ലോയിൻ ടു ഗ്രോയിൻ പെയിൻ, അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് മൂത്രസഞ്ചിയിലേക്ക് അല്ലെങ്കിൽ മൂത്രനാളിയിലേക്കുള്ള വേദനയാണ്. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്കുള്ള വേദനയാണ്. ഏതെങ്കിലും സൈഡിൽ റൈറ്റിൽ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് വരാം. ഇത് യൂഷ്വലി കിഡ്നി സ്റ്റോൺസ് യൂറിറ്ററിനകത്തേക്ക് അല്ലെങ്കിൽ മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബിനകത്തേക്ക് വരുമ്പോഴാണ് ഈ വേദന ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഇത് മനുഷ്യന് ഏറ്റവും അസഹനീയമായ വേദനയെന്നും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. മനുഷ്യനിൽ സഹിക്കാവുന്ന ഏറ്റവും കൂടുതൽ വേദനയിൽ ഒന്നാണത്. അത് സ്റ്റോൺസ് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ യൂഷ്വലി അതിൻ്റെ അസോസിയേറ്റഡ് ആയിട്ട് ഛർദിയും അതിൻ്റെ ഒപ്പം മൂത്രത്തിൽ ചോരയും കണ്ടുവരാറുണ്ട്. ഡോക്ടർ, യൂറിനറി സ്റ്റോൺസിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് വിശദീകരിച്ച് പറയാമോ? ഷുവർ. സ്റ്റോൺസ് യൂഷ്വലി കിഡ്നിക്കകത്തുണ്ടായിട്ട് യൂറിറ്ററി വഴി മൈഗ്രേറ്റ് ചെയ്ത് യൂറിനറി ബ്ലാഡറിലേക്ക് വന്ന് അതിനകത്തൂടെ വെളിയിലേക്ക് മൂത്രനാളിൽ കൂടെ വരികയാണ്. സ്റ്റോൺസ് കിഡ്നിയിൽ പെർസെ അധികം വേദന ഉണ്ടാക്കാറില്ല. സ്റ്റോൺസ് ഓരോ കേലിക്സ് അല്ലെങ്കിൽ അറകൾ, കിഡ്നിക്കകത്തെ അറകളിനകത്താണെങ്കിൽ അതിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാറില്ല. ഓൺലി സ്റ്റോൺസ് വിച്ച് മൈഗ്രേറ്റ് ചെയ്ത് യൂറിറ്ററിനകത്തേക്ക് വരുമ്പോഴാണ് ഏറ്റവും അസഹനീയമായ വേദന ഉണ്ടാക്കുന്നത്. മനുഷ്യനെ സഹിക്കാവുന്ന ഏറ്റവും അസഹനീയമായ വേദനയാണ് ഒന്നാണിത്. ഈ സ്റ്റോൺസ് മൈഗ്രേറ്റ് ചെയ്ത് യൂറിൻ ബ്ലാഡറിലേക്കാണ് വരാൻ ശ്രമിക്കുക. 4 മില്ലിമീറ്റർ വരെയുള്ള സ്റ്റോൺസ് യൂഷ്വലി ബ്ലാഡറിനകത്തേക്ക് വരാറുണ്ട്. എന്നിട്ട് മൂത്രനാളിൽ കൂടെ വെളിയിലേക്ക് പോകാറുണ്ട്. ഇതിൻ്റെ മൈഗ്രേഷൻ്റെ സമയത്ത് യൂറിനിൽ ബ്ലഡും കാണാറുണ്ട് കോമൺ ആയിട്ട്. സ്റ്റോൺസ് ക്യാൻ ബി ഇൻ ദ കിഡ്നി, യൂറിറ്റർ ഓർ ബ്ലാഡർ. ബ്ലാഡറിലുള്ള സ്റ്റോൺ വളർന്ന് വലുതായി കഴിയുമ്പോൾ മൂത്രനാളിക്കകത്തേക്ക് വന്ന് അടയുമ്പോൾ മൂത്രം ചിലപ്പോൾ പോകാതെ വന്നേക്കാം, അല്ലെങ്കിൽ മൂത്രതടസ്സം ഉണ്ടായേക്കാം. ഇതൊക്കെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസും സയൻസുമാണ്. അപ്പോൾ ഡോക്ടർ, ഈ വെള്ളം കുടിക്കണം എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത് ജ്യൂസ് ആയിട്ടോ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആയിട്ടോ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടോ കുടിച്ചാൽ മതി എന്നാണോ? വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് അഡിക്വേറ്റ് ആയിട്ട് ഒരു 2 ലിറ്റേഴ്സ് കുടിക്കുകയാണെങ്കിൽ അത് ധാരാളം മതി. മിനിമം ഫ്ലൂയിഡ് ഇൻടേക്ക് അബൌട്ട് 2000 ml അല്ലെങ്കിൽ 2 ലിറ്ററെങ്കിലും മിനിമം ഈ ഹൈ ടെമ്പറേച്ചർ സോണിൽ കുടിച്ചിരിക്കണം. അതിനകത്ത് കാർബണേറ്റഡ് ഡ്രിങ്ക്സ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ബെറ്റർ. ഡോക്ടർ, അതുപോലെ പൊതുവെ ജനങ്ങൾ കണ്ടുവരുന്ന ഒന്നാണ് മൂത്രത്തിൽ പഴുപ്പ്, പസൽസ്. ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? പസൽസ്, ഓക്കെ, അതിനെക്കുറിച്ച് എന്താണ് പറയുക? യൂറിനിലെ പഴുപ്പ്